സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത ശ്രമങ്ങളുമായി സർക്കാർ. കെഎസ്ഇബിയുടെ മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ ഗുണം ചെയ്തെന്നാണ് വിലയിരുത്തൽ. പുതിയ മാർഗനിർദ്ദേശങ്ങളിലൂടെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നിലവിലേർപ്പെടുത്തിയ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിലൂടെ ഒരു പരിധിവരെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് കെഎസ്ഇബി. കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി നിയന്ത്രണം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 100 യൂണിറ്റ് വരേണ്ട ഇവിടെ 500 യൂണിറ്റ് ആവശ്യപ്പെടുന്നവിടെയല്ലേ നമുക്ക് ഈ തർക്കമുള്ളൂ. അല്ലാത്തവിടേക്ക് കുഴപ്പമേ വരില്ലല്ലോ. മിനിഞ്ഞാന്ന് 5854 മെഗാവാട്ടാണ് ഉപയോഗം. ഇന്നലെ 5640 മെഗാവാട്ടായി കുറഞ്ഞു. 204 മെഗാവാട്ടിൻ്റെ കുറവുണ്ടായി. സ്വയം ആളുകൾ നിയന്ത്രിച്ചാണ്, ഒരു നിർബന്ധമല്ല. അങ്ങനെ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ, അങ്ങനെ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. 2 ദിവസത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി വരും ദിവസങ്ങളിൽ ലോഡ് കൂടുതലാകുന്ന മറ്റു മേഖലകൾ കേന്ദ്രീകരിച്ചും നിയന്ത്രണം ഏർപ്പെടുത്തും. രാത്രി 7-നും അർദ്ധരാത്രി 1-നും ഇടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം. ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം കൊണ്ടുവന്നാൽ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് കെഎസ്ഇബിയുടെ പ്രതീക്ഷ. ഗാർഹികേതര മേഖലയിലാണ് ഏർപ്പെടുത്തിയത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെയുള്ള സമയത്ത് വ്യവസായ സ്ഥാപനങ്ങളിലെ വൈദ്യുതി ഉപയോഗം പുനഃക്രമീകരിക്കണമെന്നാണ് ആവശ്യം. ജല അതോറിറ്റി അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാത്രികാല വൈദ്യുതി ഉപയോഗം കുറക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള സെക്രട്ടറിമാർ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നിലവിലെ സ്ഥിതി ബോധ്യപ്പെടുത്തി കത്ത് നൽകുന്നതിന് സർക്കാർ തലത്തിൽ ശ്രമം നടത്തും. വഴിവിളക്കുകൾ പകൽ സമയങ്ങളിലും പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തി കെഎസ്ഇബി സർക്കാരിന് വീണ്ടും റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.